വാർത്തകൾ തുടരുന്നു. കേരള പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ CI2ന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്ക് മേഖലയിൽ പൂർണ്ണം. പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സർക്കാർ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും പ്രവർത്തനത്തെയും പണിമുടക്ക് ബാധിച്ചു. പണിമുടക്കിയ തൊഴിലാളികൾ നിലമ്പൂരിൽ പ്രകടനം നടത്തി. സ്വകാര്യ ബസ് ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ KSRTCയിലേതിന് തുല്യമായി അനുവദിക്കുക, തൊഴിലെടുക്കുന്ന എല്ലാ തൊഴിലാളികളുടെയും പേരിൽ ക്ഷേമനിധി അടയ്ക്കുക, ജീവനക്കാർക്കു നേരെയുള്ള അക്രമങ്ങൾ തടയുക തുടങ്ങി 14 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CI2ന്റെ ആഹ്വാനപ്രകാരം സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കുന്നത്. സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ നിരത്തിലിറങ്ങിയില്ല. സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും ഹാജർ നില കുറഞ്ഞു. KSRTC ബസ്സുകൾ സമരത്തിലിറങ്ങിയതാണ് ജനങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസമായത്. KSRTC ബസ്സുകൾ സർവീസ് നടത്താത്ത ഉൾപ്രദേശങ്ങളിൽ പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കരുളായി സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ വകുപ്പ് അധികൃതർ പരിശോധന നടത്തി. ബാങ്കിന്റെ താൽക്കാലിക ജീവനക്കാരന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതിയെ തുടർന്നാണ് പരിശോധന നടന്നത്. ബന്ധുക്കൾക്ക് ജോലി നൽകരുതെന്ന നിയമം ലംഘിച്ച് ഡയറക്ടർ ബോർഡ് അംഗം മച്ചിങ്ങൽ ഷാഫി സഹോദരന് താൽക്കാലിക ജീവനക്കാരനായി നിയമനം നൽകിയെന്നാണ് പരാതി. നിലമ്പൂർ താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് നടന്ന വ്യാജ മരുന്ന് വിൽപ്പനയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്താൻ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. നിലവിലെ പരാതികൾ അന്വേഷിക്കാൻ സബ് കമ്മിറ്റിയെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി. വ്യാജമരുന്ന് വിൽപ്പന തടയാൻ ആശുപത്രിയിൽ 1 മാസത്തിനകം കാരുണ്യ ഫാർമസി ആരംഭിക്കാനും ഫിസിഷ്യന്റെ ഒഴിവിൽ NRHM വഴി ഡോക്ടറെ നിയമിക്കുവാനും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. വ്യാജമരുന്ന് വിൽപ്പന വഴി ഉയർന്നു വന്ന ആരോപണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച യോഗം 12 മണിയോടെയാണ് സമാപിച്ചത്. നിലവിലെ പ്രശ്നങ്ങൾക്ക് ഇടയായ സാഹചര്യങ്ങളാണ് യോഗത്തിൽ ആദ്യം ചർച്ച ചെയ്തത്. തുടർന്ന് ഓരോ അംഗങ്ങളും അവരവരുടെ അഭിപ്രായങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ചു. പിന്നീടാണ് HMC പൊതുവായ തീരുമാനങ്ങൾ എടുത്തത്. വ്യാജമരുന്ന് വിൽപ്പനയും ഡോക്ടർമാർക്കുള്ള പങ്കും അന്വേഷിക്കാൻ പോലീസ് വിജിലൻസ് വിഭാഗത്തോട് ആവശ്യപ്പെടാൻ തീരുമാനമായി. ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് തയ്യാറാക്കാൻ HMC സബ് കമ്മിറ്റിയെ നിയോഗിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു മോഹനക്കുറുപ്പ്, KT കുഞ്ഞൻ, PT ഉമ്മർ, K ശിവശങ്കരൻ എന്നിവരാണ് ഉപസമിതിയിലെ അംഗങ്ങൾ. അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് HMCയിൽ സമർപ്പിക്കും. ആശുപത്രിയിൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന പരാതികൾ പരിഹരിക്കാൻ പരാതി പരിഹാര സെല്ലും രൂപീകരിച്ചു. മാസത്തിലൊരിക്കൽ ഈ സെൽ ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കും. വ്യാജമരുന്ന് വിൽപ്പനയിൽ പ്രതിഷേധിച്ച് മുഴുവൻ സംഘടനകളെയും ഉൾപ്പെടുത്തി വിശദമായ ചർച്ചയും നടത്തും. ആശുപത്രിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സന്നദ്ധ സംഘടനകളും നടത്തുന്ന സമരങ്ങൾ ആശുപത്രി ഗേറ്റിന്റെ പുറത്തുവച്ച് നടത്തുന്നതിനുള്ള നിർദ്ദേശം നൽകും. മരുന്നുകൾ സാധാരണക്കാർക്ക് വില കുറച്ച് ലഭ്യമാക്കാൻ ആശുപത്രിയിൽ കാരുണ്യ ഫാർമസി 30 ദിവസത്തിനകം തുടങ്ങാനും HMC യോഗം തീരുമാനിച്ചു. ഇനി ഫാർമസി തുടങ്ങാൻ കാലതാമസം നേരിടുകയാണെങ്കിൽ ചികിത്സയിലുള്ള രോഗികൾക്ക് RSBY പദ്ധതി പ്രകാരം മരുന്ന് ലഭ്യമാക്കാനുള്ള സംവിധാനം ഒരുക്കാനും തീരുമാനമായി. ഒഴിവുള്ള ഫിസിഷ്യന്റെ തസ്തികയിൽ NRHM ഫണ്ട് ഉപയോഗിച്ച് ഡോക്ടറെ നിയമിക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നവംബർ 19 തിങ്കളാഴ്ച വീണ്ടും HMC യോഗം ചേരാനും തീരുമാനമായി. HMC ചെയർമാൻ ആര്യാടൻ ഷൗക്കത്തിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിനിടയിൽ ആശുപത്രി പരിസരത്ത് യുവജന സംഘടനകളുടെ പ്രതിഷേധം. DYFI യുവമോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. യോഗം നടക്കുന്നതിനിടയിലേക്ക് തള്ളിക്കയറിയ DYFI പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കുകയും യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധത്തെ ആശുപത്രി പ്രധാന കവാടത്തിൽ തടയുകയും ചെയ്തു. ഇതോടെ അതിരാവിലെ തന്നെ ആശുപത്രി പരിസരം കലുഷിതമായി. യുവജന സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് HMC യോഗം പതിവിന് വിപരീതമായി രാവിലെ 9 മണിക്ക് ആരംഭിച്ചത്. സംഘർഷമുണ്ടാകുമെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന് നിലമ്പൂർ CI AP ചന്ദ്രൻ, SI സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ കനത്ത പോലീസ് കാവലാണ് യോഗം ആരംഭിച്ചത്. എന്നാൽ യോഗം തുടങ്ങിയതോടെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി എത്തിയ DYFI പ്രവർത്തകർ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഹാളിനുള്ളിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. ഇതോടെ പോലീസ് എത്തി ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളി തുടർന്നതോടെ പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ പുറത്താക്കി. ഗേറ്റിന് പുറത്തു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും കൂട്ടാക്കിയില്ല. ഇതോടെ ലാത്തി വീശി സമരക്കാരെ ഗേറ്റിന് പുറത്താക്കി. ഈ സമയമാണ് യുവമോർച്ച പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചെത്തിയത്.
ഇവരെയും ഗേറ്റിന് പുറത്ത് പോലീസ് തടഞ്ഞു. പോലീസിന്റെ ലാത്തിവീശലിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി PM ബഷീർ അടക്കമുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. പ്രകടനം നഗരത്തെ ഏറെ നേരം ഗതാഗതക്കുരുക്കിലാഴ്ത്തി. ഡിവൈഎഫ്ഐ സമരത്തിന് PM ബഷീർ, M ചന്ദ്രമോഹനൻ, V സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. യുവമോർച്ച സമരത്തിൽ TK അശോക് കുമാർ, VS രാധാകൃഷ്ണൻ, ശശികുമാർ, രാജേഷ് KS, വിപിൽ നാഥ് എന്നിവർ പ്രസംഗിച്ചു. സുനിൽ മുതുകാട്, അഖിൽ നിലമ്പൂർ, കണ്ണൻ കരുളായി എന്നിവർ നേതൃത്വം നൽകി. താലൂക്ക് ആശുപത്രി വിവാദം നിലവിലുള്ള അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആശുപത്രി ചെയർമാൻ. മരുന്ന് നിർമ്മാതാക്കളെയും വിതരണക്കാരെയും ഡോക്ടറെയും ഉൾപ്പെടുത്തി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിലെ മരുന്ന് വിവാദം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനം എടുത്തതായി നഗരസഭാ ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ഒരു ഡോക്ടറിൽ മാത്രം കേന്ദ്രീകരിച്ചല്ല അന്വേഷണം. മരുന്ന് ഉണ്ടാക്കിയ ഹിമാചൽ പ്രദേശിലെ കമ്പനിയെക്കുറിച്ചും വണ്ടൂരിലെ വിതരണക്കാരെക്കുറിച്ചും വിവാദത്തിൽപ്പെട്ട ഡോക്ടറെക്കുറിച്ചും അന്വേഷണ പരിധിയിൽ വരണം. നിലവിൽ ഇപ്പോഴുള്ള അന്വേഷണം അപര്യാപ്തമാണ്. മരുന്ന് വിറ്റ ഫാർമസിയുടെ ലൈസൻസ്, വിവാദമായ മരുന്ന് ഇവിടെ നിന്ന് പിടികൂടിയിട്ട് പോലും ആരോഗ്യവകുപ്പ് റദ്ദു ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് HMCയുടെ തീരുമാനം. മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂരിലേക്ക് നിയമിച്ച ഫിസിഷ്യൻ ഇതുവരെ ചാർജ് എടുത്തിട്ടില്ല. അതിനാൽ NRHM ആയി ബന്ധപ്പെട്ട് പുതിയ ഫിസിഷ്യനെ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് സ്വന്തം വാർത്തയോട് പറഞ്ഞു. അതിൽ ആരൊക്കെ കുറ്റക്കാരാണോ അവരെയൊക്കെ കൊണ്ടുവരികയുമല്ല നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവർ അതിന് ശിക്ഷയ്ക്ക് വിധേയമാക്കും വേണം. ഇപ്പം നടന്ന 2 അന്വേഷണങ്ങൾ, ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണങ്ങളും അത് ശരിക്കും അതൊരു പ്രഹസനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആ അന്വേഷണത്തിൽ ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇപ്പം ഇന്നലെ പോലും ഞാൻ ഇന്ന് രാവിലെ കൺട്രോളറോട് വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മരുന്ന് വിറ്റ കമ്പനിക്കെതിരെ, ആ മരുന്ന് വിറ്റ വിതരണക്കാർക്കെതിരെ, ആ മരുന്ന് വിറ്റ ഒരു ഫാർമസിയുടെ ആ വിതരണ കമ്പനിയുടെ ഫാർമസിയുടെ ലൈസൻസ് പോലും റദ്ദ് ചെയ്യാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്ന് രാവിലെ അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, നോട്ടീസ് കൊടുത്ത് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. കയ്യോടെ നേരിട്ട് പിടിച്ച് ആ ബാച്ചുകൾ കൃത്യമായിട്ട് ഡ്രഗ് ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകൾ നേരിട്ട് വന്ന് കയ്യോടെ പിടിച്ച ഇതിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഷാജി എന്ന് പറയുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥനടക്കം ചെയ്തതാണ്. എന്നിട്ട് അവർ കോടതിയിലേക്ക് അതിന് വേണ്ടിയിട്ട് നിയമ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള FIR അടക്കം അവർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ HMC ആണെങ്കിലും നഗരസഭ ഇന്നലെ കൂടി നഗരസഭയാണെങ്കിലും ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് വിജിലൻസിൻ്റെ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. ആരൊക്കെയാണോ ഇതിന് കുറ്റക്കാരെന്നുള്ളത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒരു സംശയം. കാരണം ആശുപത്രി കഴിഞ്ഞ കാലത്ത് ഇന്ന് കേരളത്തിൽ ആകെ ഡയാലിസിസ് സെൻ്ററുള്ള ഏക ആശുപത്രി താലൂക്ക് ആശുപത്രി നിലമ്പൂരാണ്. മലപ്പുറം ജില്ലയിൽ 46 ലക്ഷം ജനങ്ങളുള്ള ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഈ മലപ്പുറം ജില്ലയിൽ, ഇത്രയധികം കിഡ്നി രോഗികളുള്ള ഈ മലപ്പുറം ജില്ലയിൽ സർക്കാർ സംവിധാനത്തിൽ ഏക ഡയാലിസിസ് സെന്റർ നിലമ്പൂരിലാണ്. കേരളത്തിൽ ഡയാലിസിസ് സംവിധാനം ഉള്ള ഏക താലൂക്ക് ആശുപത്രിയാണ് നിലമ്പൂരിലേത്. അതുകൊണ്ട് തന്നെ ജനറൽ മെഡിസിൻ ഡോക്ടർ ഇവിടെ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. HMC യോഗത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ നേതാക്കളെ പോലീസ് തടഞ്ഞു. ആശുപത്രിക്കുള്ളിലെ ശോചനീയാവസ്ഥ പുറം ലോകം അറിയാതിരിക്കാനാണ് തങ്ങളെ തടഞ്ഞ മർദ്ദിച്ചതെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലെ വിവാദ വിഷയങ്ങളിൽ HMC ഒളിച്ചുകളി നടത്തുന്നത് അവസാനിപ്പിച്ച് ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ സ്വന്തം വാർത്തയോട് പറഞ്ഞു. നമുക്കറിയാം, ഇതൊരു കേവലം ഒരു ഡോക്ടറിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സംഭവമായി ഞങ്ങൾ കാണുന്നില്ല. ഈ ലെനക്ക് പോലുള്ള ഈ മരുന്ന് കമ്പനികളുടെ മരുന്ന് എഴുതുകയും ആ മരുന്ന് ഈ താലൂക്ക് ആശുപത്രിയിലെ നീതി സ്റ്റോർ വഴി വിൽപ്പന നടത്തുകയും ഇത്തരം ഡോക്ടർമാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആശുപത്രി മാനേജ്മെൻറ്റും അടക്കമുള്ള ഒരു കറക്ക് കമ്പനിയാണ് ഇതിന് പിന്നിലുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഈ വിഷയം വന്നതിന് ശേഷം ഇങ്ങനെ ഒരു ഫാർമസിസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ഈ കമ്പനിയിൽ കാണുകയും അത് ഇവിടെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ പത്രവാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി സമരങ്ങളാണ് ഈ താലൂക്ക് ആശുപത്രിയിൽ നടന്നത്. എല്ലാ യുവജന സംഘടനകളും സാംസ്കാരിക സംഘടനകളും അടക്കമുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ ആശുപത്രി കേന്ദ്രീകരിച്ച് സമരം നടന്നപ്പോൾ ഈ കഴിഞ്ഞ 12 ദിവസമായി അടിയന്തരമായി വിളിച്ചു ചേർക്കേണ്ട ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാൻ പോലും ഇവിടെയുള്ള HMC ചെയർമാൻ അടക്കമുള്ള ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രവുമല്ല, ഈ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി ലെനക്കിൻ്റെ മരുന്നുകൾ എഴുതിയ ഡോക്ടർമാരെ സംബന്ധിച്ച് കൃത്യമായ ഒരു രേഖ, കേസ് ഷീറ്റ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പരിശോധിക്കാൻ പോലും ഇവിടെയുള്ള HMCയോ
ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറാകുന്നില്ല. മരുന്ന് വിവാദം ഡോക്ടറിലേക്ക് മാത്രം ഒതുക്കി പ്രശ്നം തീർക്കാനാണ് സ്ഥലം MLAയും നഗരസഭാ ചെയർമാനും ശ്രമിക്കുന്നത്. KGMOയെ മരുന്ന് വിഷയത്തിൽ ഡോക്ടറെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംഘടിതമായി ശ്രമിച്ചാൽ DYFI അതിനെ എതിർക്കുമെന്ന് DYFI നിലമ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ PM ബഷീർ പറഞ്ഞു. നിവേദനം കൊടുക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ വന്ന തങ്ങളെ പോലീസ് മർദ്ദിച്ചൊതുക്കുകയായിരുന്നു. ആശുപത്രിക്കുള്ളിലെ സാഹചര്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കാനാണ് പോലീസിനെ കൊണ്ട് തങ്ങളെ തല്ലിച്ചതെന്നും ഇവർ ആരോപിച്ചു. മരുന്ന് മാഫിയകളെക്കുറിച്ച് വിജിലൻസിനെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് ആശുപത്രിയുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഒരിടവേള കൂടി.